ഹായ് ഓൾ വെൽക്കം ടു ഐഡവ്. നമ്മളിന്ന് ബേസിക് HTML ടാഗ്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കീ കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് HTML ബോഡി, ടൈറ്റിൽ, ഡോക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗുകൾ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ ഹെഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് H1 എന്ന് പറയുന്നത്. ഓക്കെ, കൂടാതെ H2, H3, H4, H5 ആൻഡ് H6. ഇതിൽ ഏറ്റവും വലിയ ടാഗ്, ഏറ്റവും വലിയ ഫോൺ സൈസ് ഉള്ള ടാഗ് എന്ന് പറയുന്നത് H1ഉം പിന്നെ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ H6ഉം ആണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരേ കണ്ടന്റാണ് ഇവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ലൈവ് സെർവർ ഓൺ ആയതുകൊണ്ട് ഇവിടെ വരുന്നുണ്ട്. അടുത്തൊരു ടാഗാണ് പി ടാഗ് എന്ന് പറയുന്നത്. പി ടാഗ് എന്ന് പറയുന്നത് അടുത്തൊരു ടാഗാണ്. അപ്പോൾ പി ടാഗിൽ പാരഗ്രാഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 50 വേർഡ്സ് വരുന്ന ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പി ടാഗ്. ഇനി അടുത്ത ടാഗ് എന്ന് പറയുന്നത് BR ആണ്. BRലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ H1 to H6ഉം പി ടാഗും എഴുതിയപ്പോൾ എന്താണ്, പുതിയ ലൈനിലാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. ബ്രേക്ക് ദ ലൈൻ കൊടുക്കാതെ തന്നെ, ബ്രേക്ക് ദ ലൈൻ എന്ന് വെച്ചാൽ പുതിയ ലൈനിലേക്ക് നമുക്ക് കണ്ടന്റിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അത് കൊടുക്കാതെ തന്നെ ഇവരെന്താണ് ലൈൻ ബൈ ലൈൻ ആയിട്ട് താഴേക്കാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പോൾ ഇവരെന്താണ് H1, H6, അതുപോലെ പി ടാഗ്, പിന്നെ ഡിവ്, സെക്ഷൻ എന്നൊക്കെ പറയുന്നത് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇവർ ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ലൈനിൽ വരുന്ന സെയിം ലൈനിൽ വരുന്നതിനെ ഇൻലൈൻ എലമെന്റ്സ് എന്ന് പറയും. ഇൻലൈൻ എലമെന്റ്സ് ആണ് ആര്, സ്പാൻ എന്ന് പറയുന്നത്. ഇൻലൈൻ എലമെന്റ് ആണ് സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ ആങ്കർ ടാഗ്, എ ടാഗ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 സ്പാൻ കൊടുത്തു. 2 സ്പാൻ കൊടുത്തിട്ട് സെലക്ട് ചെയ്തു. ഡാറ്റ വന്നിട്ടുണ്ട്. പക്ഷെ വന്നിരിക്കുന്നത് ഒരേ ലൈനിലാണ്, ഇൻലൈൻ എലമെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, BR ടാഗ് പറഞ്ഞു കൊടുക്കുന്നത്. BR ടാഗ് കൊടുക്കുമ്പോൾ അത് പുതിയ ലൈനിലേക്ക് അസൈൻ ആവും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരുന്ന സമയത്ത് HR ടാഗ്. HR ടാഗ് എന്ന് വെച്ചാൽ ഒരു തിമാറ്റിക് ചേഞ്ച് കൊണ്ടുവരാനായിട്ട്, ഒരു ഹൊറിസോണ്ടൽ റൂൾ എന്നാണ് അതിനെ പറയുക. ആ ഒരു ലൈൻ അവിടെ നമുക്ക് ഹൊറിസോണ്ടലി വരുന്നുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ CSS യൂസ് ചെയ്യും. ഇപ്പോൾ അത് പറയുന്നില്ല. ഇനി ഫോർമാറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് ABBR എന്ന് പറഞ്ഞാൽ അബ്രിവേഷൻ ഓർ അക്രോണിം. അപ്പോൾ ABBRൽ ടൈറ്റിൽ ഈക്വൽ ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് കൊടുത്തു. ദെൻ ഇവിടെ WHO എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ്, ഒരു അബ്രിവേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് WHO ഹോവർ ചെയ്യുന്ന സമയത്ത് ഒരു ടൈറ്റിൽ അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതാണ് സൈറ്റ് എന്ന് പറയുന്ന ടാഗ്. സൈറ്റ് എന്ന് പറയുന്ന ടാഗ് എന്ന് വെച്ചാൽ ഒരു വർക്കിൻ്റെ, ഇപ്പോൾ ഒരു ഇമേജ്, ഒരു ഡ്രോയിങ്, അതിൻ്റെയൊക്കെ എന്താ പറയുക, ടൈറ്റിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പോലെ ദ സ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തു. ദെൻ സേവ് ചെയ്തു. റൺ ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിന് ഒരു ഇറ്റാലിക് സ്റ്റൈലിൽ അത് വന്നിട്ടുണ്ട്. ഓക്കെ, അതത്രയേ ഉള്ളൂ. ആ ഒരു ടെക്സ്റ്റിന് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗിൽ ഫസ്റ്റ് വരുന്നത് B ടാഗാണ്. അപ്പോൾ B ടാഗ് എന്ന് പറഞ്ഞാൽ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട്, ഒരു ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് കൊടുത്തു, ദെൻ സേവ് ചെയ്യുന്ന സമയത്ത് അത് ബോൾഡായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു BR ടാഗ് വെച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്തു. ദെൻ ഇവിടെ എന്താണ്, B ടാഗ് എന്ന് പറയുന്നതിൻ്റെ ഫോൺ വെയിറ്റ് എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, അത് നമ്മൾ CSS പഠിക്കുന്ന സമയത്ത് ബോൾഡ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്താണ്, 500 ആണ് ബോൾഡ് എന്ന് പറയുന്ന ആ ഒരു ടാഗിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് ഐ ടാഗ് കൊടുക്കുന്ന സമയത്ത് ഇറ്റാലിക് വരും.
ഐ ടാഗ് കൊടുക്കുന്ന സമയത്ത് ഇറ്റാലിക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ബ്ലോക്ക് എലമെന്റ്സ് ആയതുകൊണ്ടാണ് എന്ത് വരുന്നത്, സെയിം ലൈനിൽ വരുന്നുള്ളത്. ഓക്കെ, ദെൻ ഐ ടാഗ് കൊടുത്തു. പിന്നെ ഉള്ളത് യു ടാഗ് അണ്ടർലൈൻ ടാഗാണ് യു ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, അണ്ടർലൈൻ, ആ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിന് അണ്ടർലൈൻ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് മാർക്ക് എന്ന് പറയുന്നത് ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അഡോബിലൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അഡോബിൽ ഒരു PDF ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യില്ലേ, അതുപോലെ ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് മാർക്ക് എന്ന് പറയുന്ന ടാഗ്. ഇപ്പോൾ ഹലോ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തു, മാർക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഈ ഒരു യെല്ലോ കളറിൽ നമുക്ക് മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡെൽ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. അതിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഡോക്യുമെന്റിൽ നിന്ന് ഡിലീറ്റഡ് ആണ് എന്ന് കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിലീറ്റഡ് ആണെന്ന് കാണിക്കാനാണ്. അപ്പോൾ അതിൻ്റെ മേലൊരു സ്ട്രൈക്ക് ഉണ്ടാവും. ദെൻ INS കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ എന്ന് പറയുന്നത് ഇൻസേർട്ടഡ് ആണെന്ന് കാണിക്കാനാണ്. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസർ ഒരു അണ്ടർലൈൻ കൊടുക്കുന്നുണ്ട് അതിന്. ഓക്കെ, അപ്പോൾ അണ്ടർലൈൻ വന്നിട്ടുണ്ട് ഇൻസേർട്ടഡിന്. പിന്നെ വരുന്നത് ബോൾഡിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടാഗാണ് സ്ട്രോങ് എന്ന് പറയുന്ന ടാഗ് ബോൾഡിനോട് സിമിലർ ആയിട്ട് വരുന്ന ഒരു ടാഗാണ്. അപ്പോൾ അതിവിടെ കൊടുത്തു. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ സ്ട്രോങ്ങിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ആണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഓക്കെ, അടുത്തത് ഇറ്റാലിക്കിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടാഗാണ് EM എന്ന് പറയുന്നത്, എംഫസൈസ്ഡ് ടെക്സ്റ്റ്. ഓക്കെ, സോലറം കൊടുത്തു. സേവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇറ്റാലിക്കിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടാഗാണ് ഇവിടെ വന്നിട്ടുള്ളത്. സബും ആണ് ഇനി പഠിക്കുന്നത്. സബ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ് ആണ്. അതായത് ഇപ്പോൾ H2O എന്ന് പറഞ്ഞു വരാം. അപ്പോൾ എന്താണ്, കണ്ടന്റ് താഴെയാണ് വരുന്നത്. ഓക്കെ, ഈ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് അടുത്തത്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് മുകളിലേക്കായിരിക്കും വരിക. അതായത് സബ് ദെൻ 2 കൊടുത്തു, അപ്പോൾ X² എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെയുള്ള ഒരു ടാഗാണ് സ്മോൾ ടാഗ്. അത് എനിക്ക് ഏറ്റവും ചെറിയ ടെക്സ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിലുള്ളതിലെ ഏറ്റവും ചെറിയൊരു ടെക്സ്റ്റിന്റെ ഫോമാറ്റിൽ ഇത് വന്നിട്ടുണ്ട്, സ്മോൾ എന്ന് പറയുന്ന ആ ഒരു ടാഗ് യൂസ് ചെയ്യുന്ന സമയത്ത്. പ്രിഫോർമാറ്റഡ് ടെക്സ്റ്റ് പ്രീ ടാഗ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ നോർമലി ഒരു കണ്ടന്റ് ഇതുപോലെ കൊടുത്തിട്ട് സ്പേസ് കുറെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തു, പക്ഷേ സിംഗിൾ സ്പേസ് ആണ് അവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത അതേ രീതിക്ക് നമുക്ക് ഡാറ്റ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് പ്രീ ടാഗ്. ഓക്കെ, പ്രിഫോർമാറ്റഡ് ടെക്സ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഗുഡ് കഴിഞ്ഞിട്ട് കുറേ ഒരു സ്പേസ് ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് എന്താണ്, നമുക്ക് ഇതുപോലെ ആ സ്പേസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലിസ്റ്റിലേക്ക് പോവാം. ലിസ്റ്റ്. ഓക്കെ, നമുക്ക് 3 ടൈപ്പ് ലിസ്റ്റ് ആണുള്ളത്. UL അൺഓർഡേർഡ് ലിസ്റ്റ്, OL ഓർഡേർഡ് ലിസ്റ്റ്, DL ഡെഫിനിഷൻ ലിസ്റ്റ്. ഫസ്റ്റ് നമ്മൾ UL ആണ് നോക്കുന്നത്. UL എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഈ UL എന്ന് പറയുന്ന ഈ ഒരു ടാഗ്. ഓക്കെ, ദെൻ അതിലെ ഓരോ എലമെന്റ്സിനെയും കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് LI എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ LIൻ്റെ അകത്ത് എന്താണ്, കുറച്ച് കണ്ടന്റ് കൊടുക്കുവാണ്. ഓക്കെ, സോ കണ്ടന്റ് കൊടുത്തു. അപ്പോൾ എന്താണ്, ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റിൽ നമുക്ക് ടൈപ്പ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ബുള്ളറ്റിനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതെനിക്ക് സ്ക്വയർ ഷേപ്പ് ആക്കാനായിട്ട് നമ്മൾ സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സ്ക്വയർ ഷേപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ലിസ്റ്റാണ് നമുക്ക് എന്ത് വരുന്നത്, ഓർഡേർഡ് ലിസ്റ്റ് വരുന്നത്, OL. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റ് OL എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ OLലും ഇതുപോലെ LI എന്നുള്ളത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കണ്ടന്റുകൾ കൊടുക്കുന്നത്.
3 കണ്ടന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് 1 2 3 എന്നാണ്. ഇതാണ് ഡിഫോൾട്ട്. അതുപോലെ ഇവിടെ ULന്റെ കേസിൽ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ക് ആയിരിക്കും. അതായത് മറ്റേ ബുള്ളറ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിസ്ക് ആയിരിക്കും. ഓക്കെ, സർക്കിൾ ഷേപ്പിലുള്ളത്. OLൽ വരുന്നത് 1 2 3 എന്നാണ്. പിന്നെ ടൈപ്പിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് A കൊടുത്തു കഴിഞ്ഞാൽ ABC എന്ന് പറഞ്ഞിട്ട് വരും. സ്മോൾ A കൊടുത്താൽ സ്മോൾ ABC വരും. പിന്നെ I എന്ന് ക്യാപിറ്റൽ I കൊടുത്താൽ റോമൻ ലെറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സ്മോൾ I കൊടുത്താൽ സ്മോൾ റോമൻ ലെറ്റേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ നമ്മൾ പറയുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ്, അതായത് DL, ഡെഫിനിഷൻ ലിസ്റ്റ് DL. DLന്റെ അകത്ത് നമ്മളൊരു 2 ടാഗുകൾ വരുന്നുണ്ട്, DTയും ദെൻ DDയും. ഓക്കെ, DT എന്ന് പറഞ്ഞാൽ ഡാറ്റ ടേം ആണ്, DD എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് DT ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 3 ലിസ്റ്റുകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ടാഗുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.